ഹായ് ഹലോ ഫ്രണ്ട്സ്, ഫോർട്ട് കൊച്ചി വെളിഗ്രൗണ്ടിൽ ഫോർട്ട് കൊച്ചി ഫെസ്റ്റ് 2025 തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ 30 വരെയാണ് ഈ ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 60 രൂപയാണ്. ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയത്. ഉച്ചനേരമായിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ കാണുന്ന ഒരു വലിയ ഹോളാണ് കേട്ടോ. ഈ ഹോളിൽ തന്നെ കുറേ ഫാഷൻ പ്രാവുകളും വർണ്ണ നിറത്തിലുള്ള ബേഡ്സുകളും കോഴികളും അങ്ങനെ കുറേ പക്ഷികളെ കാണാം കേട്ടോ. കുറേ തരത്തിൽ കിളികളുണ്ട് കേട്ടോ. പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയോട് കൂടിയാണ് ഇതിൻ്റെ അകം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഏവരുടെ കണ്ണിനും മനസ്സിനും സന്തോഷം നൽകുന്ന ഒന്നാണ് കേട്ടോ. ഇത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ചെന്നത് ഉച്ചനേരം ആയതുകൊണ്ടായിരിക്കണം അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ശനി ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ. ഈ കൂട്ടിൽ 2 പൈത്തനാണ് കിടക്കുന്നത്. പാമ്പാണ്. അത് ഫുഡ് കഴിച്ച് റെസ്റ്റിലാണെന്നാണ് പറഞ്ഞത്. അപ്പം പേടിയായതുകൊണ്ട് ആ വശത്തേക്ക് ഞാൻ പിന്നെ പോയില്ല കേട്ടോ.
അപ്പോൾ പിന്നെ നമ്മുടെ നെക്സ്റ്റ് റൂമിൽ പോയപ്പോൾ അക്യുപ്രഷർ തെറാപ്പിയുടെ ഒരിതാണ് കേട്ടോ കണ്ടത്. അക്യുപ്രഷർ തെറാപ്പിയുടെ മെഷീനാണ്, അതായത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന മെഷീനാണ്. അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ആണി പോലത്തെ ഷാർപ്പ് അല്ലാത്തതുമായ ഒട്ടും വേദനിക്കാത്ത റൗണ്ടിൽ കറങ്ങുന്ന ഒരു ഒബ്ജക്റ്റാണ്. അത് ശരീരത്തിലൂടെ ഓടിക്കുമ്പോൾ ശരീരത്തിൽ ഒരുപാട് മാറ്റം വരുന്നതാണ് അവർ പറയുന്നത്. അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, മുട്ടുകാല് വേദന, കൈവേദന എല്ലാത്തിനുള്ള പരിഹാരമാണ് ഈ ഒരു അക്യുപ്രഷർ മെഷീൻ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളൊന്ന് ചെയ്ത് നോക്കി, കൊള്ളായിരുന്നു കേട്ടോ. നമുക്കത് ഫീൽ ആവുന്നുണ്ട്. അത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണത്. അപ്പം ഞങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതും ശരീരത്തിന് ഒരുപാട് പ്രയോജനപ്പെടുന്ന മെഷീൻസാണ് കണ്ടത്. ഇതാണ് അക്യുപഞ്ചർ മെഷീൻ. ഇതിൽ കയറി നിന്ന് റിമോട്ടിലാണ് ഓണാക്കുന്നത്. അതും കറണ്ടിൽ തന്നെയാണ്. ബോഡി ആകെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. കാൽ തൊട്ട് തല വരെ ഇത് വൈബ്രേറ്റ് ചെയ്യും. ഒരുപാട് ബെനിഫിറ്റ്സാണ് ഇതിനുള്ളത്. ഫുൾ ബോഡി മസാജ് എന്ന് പറയും. ഇത് വെയിറ്റ് കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ബോഡി പെയിൻ മാറ്റാനും അതുപോലെ തന്നെ വെരിക്കോസിനും ഒക്കെ നല്ലതാണ് ഈ മെഷീൻ. ഇതിൽ കയറി നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ ഈ ചേട്ടൻ നമുക്ക് കൃത്യമായ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. എന്തായാലും ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നല്ല മാറ്റമുണ്ട്. നല്ലൊരു പ്രത്യേക ഫീലായി കിട്ടിയത് കേട്ടോ. പിന്നെ ഈ ബ്ലോക്കിൽ കാണുന്ന നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന മെഷീൻസും പിന്നെ ഈ കാണുന്ന ചെറിയ സഞ്ചി പോലെയുള്ളതല്ലോ ഹോട്ട് ബാഗാണ്. ക്യാരി ചെയ്യാൻ എളുപ്പവും അതുമാത്രമല്ല ഇതിൽ ഐസ് ക്യൂബ്സ് ഇടാനും സാധിക്കും. ഈ ഹോട്ട് ബാഗ് 8 hours ചൂട് നിൽക്കും എന്നാണ് പറയുന്നത്. ഐസ് ക്യൂബ്സ് ഇട്ടാൽ ഇതിൻ്റെ തണുപ്പ് 10 hours വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവർ പറയുന്ന ഗ്യാരണ്ടി. ഈ ഒരു ബ്ലോഗ് നമ്മുടെ ബുക്സിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെയാണ് കേട്ടോ. വായനക്കാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഓഫ് സ്റ്റോറീസും ഇംഗ്ലീഷും മലയാളമുള്ള ബുക്കുകളുണ്ട്. നെക്സ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ഫർണിച്ചേഴ്സാണ് കേട്ടോ. ഫർണിച്ചേഴ്സായിരുന്നു കാണാനുണ്ടായിരുന്നത്. അതായത് ഓഫർ കുറേ ഉണ്ടായിരുന്നു. എല്ലാം നിർമ്മിച്ചത് തേക്ക് കൊണ്ടാണ്. പിന്നെ ചേട്ടൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ബുക്ക് ചെയ്തിട്ടാൽ മതി. ഹോം ഡെലിവറിയാണ്. ടോട്ടൽ 5 സാധനം ഉണ്ടാവും. 69,500 വിത്ത് ഡെലിവറി. അതായത് കട്ടില്, മാട്രസ്, സൈഡ് ബോക്സ്, അലമാറി, ഡ്രസ്സിൻ്റെ. നെക്സ്റ്റ് ബ്ലോഗ് ചെന്നപ്പോൾ കുട്ടികൾക്ക് പറ്റിയ ടോയ്സ് ആയിരുന്നു. കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലേഡീസ് ഷോപ്പാണ്. ലേഡീസ് എന്ന് പറയുമ്പോൾ ലേഡീസിന് മാത്രമുള്ളൂ. അതായത് ലേഡീസിനും കുട്ടികൾക്കും പറ്റിയ കുറേ കുർത്തീസ് ഉണ്ടായിരുന്നു. എന്തായാലും കളക്ഷൻസ് തീരെ മോശമൊന്നുമില്ല, കുഴപ്പമില്ലായിരുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ ചക്ക മഹോത്സവം, ചക്ക കൊണ്ടുള്ള ഒരു മഹോത്സവം തന്നെയായിരുന്നു കേട്ടോ ഇത്. എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാം ഒരു വെറൈറ്റി ആയിരുന്നു ചക്ക കൊണ്ട് തന്നെ. ചക്ക കൊണ്ടുള്ള ഡ്രിങ്ക്സ്, പിന്നെ പിക്കിൾസ്, ചക്ക ഉണ്ണിയപ്പം, ചക്ക പായസം എല്ലാം കൊണ്ട് ഇതിപ്പോൾ കാണുന്നതെല്ലാം ചക്ക കൊണ്ടുള്ള ഉണ്ടാക്കിയതാണ് കേട്ടോ.
ചക്കട സ്ക്വാഷ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ചക്ക പായസം ആ ചേട്ടൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ചക്കയും അരിയും കൊണ്ടുള്ള പായസമാണെന്നാണ് പറഞ്ഞത്. ചക്കയും അരിയും ചേർന്ന ചക്കപ്പായസമാണിത്. ജാക്ക് ഫ്രൂട്ട് പ്രൊമോട്ടർ ഫെഡറേഷൻ്റെ സ്റ്റാളാണിത്. ഇത് കഴിച്ചു നോക്കിക്കോളൂ. അതിനൊരു ഗ്ലാസ് തന്നു. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. എന്തായാലും ഇവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പായസവും ചക്ക കൊണ്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വറുത്ത മധുര പലഹാരങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് കുറേ കളർഫുൾ പലഹാരങ്ങൾ എന്ന് പറയുന്ന പോലെ നമ്മളെ എപ്പോഴും ഒരു ക്രിസ്പി ആയിട്ടുള്ള പലഹാരങ്ങളായാലും മധുര പലഹാരങ്ങളാണെങ്കിലും കുറേ ഉണ്ട് കേട്ടോ. പാൽപേട അങ്ങനെ കുറേ പഴയകാല മിഠായികൾ വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പഴയ മിഠായികൾ കഴിക്കാനാണ്. അത് ഇവിടെ വന്ന് ഉറപ്പായിട്ടും ഏത് വേണമെങ്കിലും എടുക്കാം, അത്രയും മിഠായികൾ ഇവിടെ ഉണ്ട് കേട്ടോ. പഴയകാല ഓർമ്മകളിലേക്ക് പോകാം ഈ മിഠായിയൊക്കെ കാണുമ്പോൾ. കപ്പലണ്ടി മിഠായി, കോല് മിഠായി, എല്ലാ തരം മിഠായികളും ഉണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം പഴയകാല മിഠായികളാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയ സന്തോഷം തോന്നി. കാരണം ഇപ്പോഴും ഒരു കടകളിൽ ഇങ്ങനെ കാണാൻ കിട്ടുന്നില്ല, പക്ഷേ ഇവിടെ ആ ഒരു കളക്ഷൻ തന്നെയുണ്ട്. പൈസ മിഠായി, നാരങ്ങ മിഠായി, ജോക്കർ മിഠായി, അങ്ങനെ ഒരുപാട് തരം മിഠായികൾ. ഈ കാണുന്നത് ഒറിജിനൽ ഫ്രൂട്ടിൻ്റെ പൾപ്പിൻ്റെ ഡ്രിങ്ക്സാണ്. ഇപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന കുടുംബശ്രീ കഫേയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട്. അതായത് മീനും കപ്പയും, പാൽ കപ്പ, കപ്പ ബിരിയാണി, പിടിക്കോഴി ബിരിയാണി, ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ. ഇപ്പോൾ കാണുന്നത് അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാവുന്ന ഒരു കളിസ്ഥലമാണ്. കുറേ സ്ലൈഡിങ് മെഷീൻസും കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. എന്തായാലും ഇത് വെക്കേഷനല്ലേ, കുട്ടികളുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വന്ന് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.